നമുക്കൊരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വലിയ നോട്ട് പുസ്തകത്തിന്റെ ഒരു 10 പേജ് എഴുതണം. അപ്പൊ അത് ഇതൊരു എഫേർട്ടാണല്ലേ? അത്രയും പോയിന്റുകൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യൂല. എൻ്റെ യാത്രയിൽ എനിക്ക് കൂടുതൽ സഹവസിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നൊക്കെ ഉമ്മയും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. അമ്മയൊക്കെ അപ്പോൾ ഇന്നും സദ്ദാം ഹുസൈനോടുള്ള വിരോധമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാ ഡ്രൈവർമാരും കൊണ്ടുപോകില്ല. പക്ഷെ മുസ്തഫ ഞങ്ങളവിടെ കൊണ്ടുപോകും. ഞാൻ കാണുന്നവർക്ക് എന്താ തോന്നുന്നു, ഓ അങ്ങനെ തേരാപ്പാര നടക്കണ്, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. സാധാ മരിച്ചു പോണ ആളുകളുടെ കൂടെ ശുഹദാക്കൾ എന്ന് പറഞ്ഞാല് ഗ്രേഡ് കൂടി ഓല അത്രയും പൊസിഷനുള്ള ആൾക്കാരാണ്. ഓലപ്പം എന്നാണല്ലോ പറയണത്. ഇന്ന് നമ്മളെ യാത്രകളെ പ്രണയിച്ച വാജിദ് ഉസ്താദിന്റെ കൂടെയാണ് മെൽടോക്സിൽ ഉസ്താദിന്റെ കൂടെയാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് രാജ്യങ്ങളിലൂടെ ഉസ്താദ് സന്ദർശിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഈ മെൽടോക്സിൻ്റെ ഈ ഒരു സീരീസിൽ ഒരു ഗസ്റ്റായി വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അഷ്റഫ് ഉസ്താദുമായിട്ട് എന്തൊക്കെ സംസാരിക്കണം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ ലൈഫും അതുപോലെ യാത്രകളും വിദ്യാഭ്യാസ വിപ്ലവങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തുടങ്ങാം. നമുക്ക് രണ്ടാളും കൂടി ഇങ്ങനെ കമ്പൈൻ ചെയ്ത് സംസാരിച്ച് അപ്പോൾ അഷ്റഫ് വാബി ഉസ്താദും ഭയങ്കര ഒരു വിപ്ലവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വാജിദ് ഉസ്താദ് മാഷാ അല്ലാഹ് വീഡിയോസിലൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ യാത്രകളാണ്, ട്രാവലിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അതെ. അപ്പോൾ നിങ്ങൾ ഓരോ നിങ്ങളുടെ ലൈഫ് ജേർണിനെ പറഞ്ഞ് തുടങ്ങിക്കോട്ടെ. എവിടെയാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ? സ്ഥലം ശരിക്ക് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ പിന്നെ പട്ടാമ്പിൻ്റെ ഒക്കെ അടുത്തൊരു വിളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പേരിൻ്റെ കൂടെ പൊതുവെ വിളയൂർ എന്ന് ഉണ്ടാവലുണ്ട്. പക്ഷെ വിളയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ശരിക്ക് 5-6 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു നാടിനെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ദർസിലാണ് പഠിച്ചത്. മീൻസ് ഞാൻ കുറേ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് കൊളത്തൂർ റഷാദിയ, പിന്നെ കൊണ്ടോട്ടി ബുഖാരി കോളേജ്, പിന്നെ ലാസ്റ്റിൽ ബിരുദം എടുക്കാനായിട്ട് കോഴിക്കോട് മർക്കസിൽ. മാഷാ അല്ലാഹ്. നിങ്ങളെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. അതായത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഉസ്താദാണ് നിങ്ങൾ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ടേണിംഗ് പോയിന്റ് ശരിക്കും സംഭവിക്കുന്നത് 2016 പറയാം. ഞാൻ പണ്ടേ ഒരു യാത്ര ഇഷ്ടപ്പെടുന്നത് ഭയങ്കര രസമാണല്ലോ. അന്ന് തന്നെ ഒരു യാത്ര ഭ്രാന്തൻ എന്നൊക്കെ പറയാം. അങ്ങനെ യാത്ര ചെയ്യണം. ഇപ്പോൾ ഒരാവശ്യമില്ലെങ്കിലും വണ്ടി എടുത്ത്, ഇപ്പം നാട്ടിലാണെങ്കിലും നമ്മൾ വണ്ടി എടുത്ത് ഒന്നിങ്ങനെ കറങ്ങി ഇങ്ങനെ വരിക എന്നുള്ളൊരു ഇതുള്ള ഒരു ഡേ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വരിക ഒരു രസമാണല്ലോ. അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ല. അപ്പം ഈ പണ്ടന്നെ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഒരു പള്ളിയിൽ ജോലി അങ്ങനെയൊക്കെയാണല്ലോ ഉദ്ദേശിക്കുക. നമ്മളെ പറ്റി ആളുകൾ വിചാരിക്കണതും അങ്ങനെ തന്നെയാണ്. പള്ളിക്ക് മാത്രം ജോലി ചെയ്യണം, വേറെ ഒന്നിനും പോകരുത്, പള്ളിയിൽ ജോലി അല്ലെങ്കിൽ മദ്രസയിൽ വേറെ ഒന്നിനും മോലിയന്മാർ പോകരുന്നൊരു കൺസെപ്റ്റാണ് പൊതുവെ ആൾക്കാർക്കുള്ളത്. ശരിക്ക് ഒരു മോലിയർ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ വാഫിയാണ്, ഞാൻ സക്കാഫിയാണ്. പക്ഷെ ആളുകളുടെ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇത് പള്ളിക്കേ പറ്റുള്ളൂ, വേറൊരു പണി എടുക്കരുത്, ബാക്കിയുള്ളതൊക്കെ എടുക്കാൻ അവിടെ ആൾക്കാരുണ്ട്. നിങ്ങളിത് പറയുമ്പോഴാണേ എനിക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ആളുകളൊക്കെ ബിസിനസ് ഫീൽഡിൽ വല്ലാതെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതിന് റീസൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ദഅവത്തിൻ്റെ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ വലിയൊരു ദഅവത്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചൊരാൾ ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ലൈഫ് പറയുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ബിസിനസ് വലിയ കച്ചവടക്കാരനായിരുന്നു, താജിറായിരുന്നു എന്നൊക്കെ പറയും. അല്ല, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു കൂടെ ആഡ് ഓൺ ചെയ്തോളി. ശരിക്കും നമ്മളെ ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ തന്നെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഖദീജ ബീവി വലിയൊരു കച്ചവടക്കാരി ആയിരുന്നല്ലോ. മാഷാ അല്ലാഹ്. അപ്പം അങ്ങനെ ആ ഒരു കച്ചവടത്തിൻ്റെ ഒരു സ്വാധീനം നബി തങ്ങൾക്ക് നല്ല കിട്ടിയിട്ടുണ്ടല്ലോ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന്. ഇസ്ലാം അത്രയും കച്ചവടത്തിനെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഹദീസും ഉണ്ടല്ലോ, താജിറു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സദൂഖുൽ അമീൻ മഅശുഹദായി കമാ ഖാല റസൂൽ, അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. അതായത് സത്യസന്ധനായ ഒരു ബിസിനസ് കച്ചവടക്കാരൻ നാളെ
ശുഹദാക്കളെ കൂടെ ആയിരിക്കും. മാഷാ അല്ലാ. അപ്പൊ കച്ചവടത്തിൽ അത്രയും സത്യസന്ധത ചെയ്തിട്ട് എങ്ങനെയും കച്ചവടം ചെയ്യാം, അങ്ങനെ കച്ചവടം ചെയ്യണ ഇത്രയും ഒരു പവിത്രത ഉണ്ട് എന്ന് പ്രൊമോട്ട് ചെയ്യണ അതെ അതെ ഒരു മതാണല്ലോ ഇസ്ലാം. മാഷാ അല്ലാ. തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ പുതിയനൊക്കെ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മൾ പണ്ടേ അങ്ങനെ വളർന്നു വരുന്ന ഒരു കീഴ്വഴക്കം കൊണ്ടായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ ഒരു ഉസ്താദായി പഠിച്ചു കഴിഞ്ഞാൽ ആള് പിന്നെ പള്ളിയിലെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മദ്രസയിൽ നിൽക്കുന്ന ഇപ്പൊ ഒക്കെ ആ ഒരു കോൺസെപ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നമ്മളാ ഉസ്താദിയത്തുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് വളരെ പ്രൗഡാണ്, പ്രത്യേകിച്ച് നമ്മൾ ഈ അവരുടെ വേഷത്തിലും കൂടി ഈ ഒരു ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിലും നമ്മുടെ ഒരു കൾച്ചർ, ഇപ്പോൾ ഒരു പഞ്ചാബി ആണെങ്കിൽ അവരവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു തലപ്പാവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതവർ നന്നായിട്ട് കീപ്പ് ചെയ്യും. പക്ഷെ നമ്മളാളുകൾ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്താലുണ്ടോ കുറച്ചൊരു വിവരവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് അവരുടെ നമ്മുടെ ഒരു കൾച്ചർ മീൻസ് ഇവൻ ഡ്രസ് കോഡ്, വെറും ഡ്രസ് കോഡ് നന്നായതുകൊണ്ട് മാത്രം കാര്യമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളത് പകർന്നു കൊടുക്കണം. നമ്മൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് താല്പര്യം കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ് കോഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും ബിസിനസ്സിലൊക്കെ ആണെങ്കിലും എനിക്ക് വലിയ സന്തോഷം തോന്നി. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ ഒരു ഡ്രസ് കോഡ് കീപ്പ് ചെയ്തിട്ട്. തീർച്ചയായും ഞാൻ അത് എല്ലാം ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു ഡ്രസ്സ് മാറ്റി എന്ന് വിചാരിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ മേലെ ഡ്രസ്സ് അടിച്ചേൽപ്പിക്കാനോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആർക്കും കഴിയില്ല. മീൻസ് ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ പോണ ഒരാളാണല്ലോ. അപ്പം എനിക്ക് എന്തും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ പെൻ്റെ കുപ്പായിട്ട് വരാം. കുപ്പായം മോശമാണെന്നല്ല, നമ്മളൊരു മൂലയരായിരിക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ നല്ല ഇഷ്ടപ്പെടുന്നതാണ്, ഞാനൊരു മൂലയരാണ് എന്നൊരു ഐഡന്റിറ്റിയിൽ തന്നെ മുന്നോട്ട് പോകണം, കീപ്പ് ചെയ്യണം. ആ ഒരു ഐഡന്റിറ്റിയിൽ തന്നെ അറിഞ്ഞാൽ മതി എന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിന്റെ ഉപ്പ അങ്ങനെ തന്നെയാണ്, ഒരു മൂലയരാണ് മക്കള് എന്നുള്ള. അപ്പോൾ ഒരു പൈനാണല്ലോ നമ്മളെ മൂലയരാക്കിയത്. ഓൽക്ക് അത് കിട്ടണുണ്ടാവും, അത് കിട്ടണല്ലോ. മൂലയരാണെന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ. നമുക്കാണെങ്കിൽ നമ്മളെ ഫീൽഡിലുള്ള നടക്കും രണ്ടും കൂടി ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പോവാൻ നല്ലൊരു താല്പര്യത്തിലാണ്. അപ്പം നിങ്ങൾ ആദ്യം ചോദിച്ച ടേണിംഗ് പോയിന്റ്, ഞാൻ യാത്ര വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ശരിക്കും എൻ്റെ യാത്ര ഇത്രയും എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയത് യൂട്യൂബിലൂടെയാണ്, അതായത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. വലിയ ദഅവത്തുകൾ അതിലൂടെ നടത്തുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോണതാണെങ്കിലും ഒരുപാട് ആളുകൾക്ക് നിങ്ങളുടെ യാത്രയെക്കുറിച്ചും ഒരുപാട് ചരിത്ര സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഈജിപ്ത് അല്ലേ? പണ്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മളൊരു ഇസ്ലാമിക പൈതൃകങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അല്ലായിരുന്നു ശരിക്ക്. നമ്മൾ കാണുക, അതൊരു വീഡിയോ വെക്കുക, അങ്ങനെ വിടുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് ഒരുപാട് ആളുകൾക്ക്, മില്യൺ കണക്കിന് ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് എൻ്റെ യൂട്യൂബ് ചെക്ക് ചെയ്താൽ എനിക്കെന്നെ സന്തോഷം വരലുണ്ട്. കാരണം ചില വീഡിയോസൊക്കെ അടുത്ത് ഞാനൊരു കമൻറ്റ് ശ്രദ്ധിച്ചിരുന്നു, ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു പക്ഷെ എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. ഒരു അധ്യാപകൻ്റെ കമൻറ്റാണ്. പിന്നെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടത്. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അതിങ്ങനെ യൂട്യൂബ് ചെയ്ത് വന്ന് പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റി എന്നുള്ള. എത്ര രാജ്യങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് നിലവിൽ? ഇപ്പം ഞാൻ ഈജിപ്ത്, ഇറാഖ്, ഉസ്ബെക്കിസ്ഥാന്, പിന്നെ നമ്മളെ GCC കൺട്രീസായ ഒമാൻ, സൗദി അറേബ്യ, UAE, ഒരുപാട് ഏകദേശം 8-10 രാജ്യങ്ങളൊക്കെ മാഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഒരുപാട് രാജ്യത്ത് പോകണം എന്നാണ്. തൊട്ടടുത്ത് തന്നെ ഇപ്പം യുദ്ധത്തിൻ്റെ ഇതൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ യൂട്യൂബിൽ വന്നു. യൂട്യൂബ് കുറച്ച് റീച്ച് ആയപ്പോൾ നമുക്കിങ്ങനെ പുറത്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ? അതായത് യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു യാത്രനെ പറ്റി പറഞ്ഞ ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു കോട്സ് തന്നെ ഉണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആണ് യാത്ര ചെയ്യാത്തവൻ, യാത്ര ചെയ്യുന്നവൻക്ക് ഒഴുകുന്ന വെള്ളം പോലെയാണെന്നൊക്കെ പറഞ്ഞ് അത് ഒരു വളരെ പ്രസിദ്ധമായൊരു സാധനമാണ്. പക്ഷെ വേറൊരു ഇപ്പോൾ ദീവാനി ഷാഫി പറഞ്ഞ ഷാഫി ഇമാമിൻ്റെ കിതാബിലൊരു ബൈത്ത് ഉണ്ട്, ഇതിൻ്റെ അറബി ഇപ്പം ഞാൻ ഓർക്കണില്ല. യാത്ര ചെയ്യുന്ന ആൾക്ക് 5
ഗുണങ്ങളുണ്ട് എന്ന് എണ്ണണേ. അതായത് നല്ല കൂട്ടുകാർ, പുതിയ കൂട്ടുകാർ, പുതിയ സംസ്കാരം, പുതിയ നാട്, അങ്ങനെ ഒരു 5 സംഗതികളുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാടുകൾ കാണുമ്പോൾ നമ്മളെ മനസ്സ് ഭയങ്കര ഇതാവും, ഒന്നുകൂടി വിശാലാകുന്നുണ്ട്, സോഫ്റ്റ് ആവും. കാരണം ഏത് സാഹചര്യത്തിനോട് പിന്നെ പൊരുത്തപ്പെടാനുള്ള ഒരു രൂപത്തിൽ നമ്മളെ മനസ്സ് ഒന്ന് മാറും. അങ്ങനെ വരും. നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ രാജ്യത്ത് ഓരോ അനുഭവങ്ങളാണ്. ഒരുപാട് ആളുകളെ വ്യത്യസ്ത രാജ്യങ്ങളിൽ കൊണ്ടുപോകുന്ന ഉസ്താദാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഉസ്താദ്മാരെ കൂടെ യാത്ര ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ? അങ്ങനെ ഞാൻ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഞാനൊരു AP വിഭാഗത്തിൽ പെട്ട ഒരാളാന്നുള്ള നിലക്ക് ദേവർഷോൽ അബ്ദുസ്സലാം മുസ്ലിം ഒരു ഉസ്താദിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി ഒന്നും കൂടി നമ്മളെ കല്യാണം സമൂഹ വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഞാൻ കൂടുതൽ എൻ്റെ യാത്രയിൽ എനിക്ക് കൂടുതൽ സഹവസിച്ച് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര രസമാണ്. മൂപ്പര് അത്രയും വലിയൊരു മനുഷ്യനാണെങ്കിലും നമ്മൾ ഇപ്പം എന്നോടാണെങ്കിൽ എൻ്റെ ലെവലിലാണ് സംസാരിക്കുക, ഒരു പ്രായമുള്ള ആളാണെങ്കിൽ അയാളുടെ ലെവലാണ് സംസാരിക്കുക. അപ്പോൾ ഏതൊരാളെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എന്നാൽ എല്ലാവരെയും ഒരേപോലെ കൈകാര്യം ചെയ്ത് ഭയങ്കര രസമാണ്. അപ്പം ഞാൻ ഇപ്പോൾ യാത്രയിലാണല്ലോ നമുക്ക് ആളുകളെ മനസ്സിലാവും. അങ്ങനെ ഹദീസ് ഒന്നെങ്കിൽ സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ. അപ്പോൾ ദേവർഷോൽ ഉസ്താദ് ഭയങ്കര, അതായത് എല്ലാവർക്കും എല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കണം. അതിന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ആ മനുഷ്യന്റെ വലിയൊരു ഒരു വിശാല മനസ്സാണ് ഇത്രയും ആളുകൾ. ഏകദേശം എനിക്ക് തോന്നി ഈ വർഷം 850 അല്ലെ, ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത് വളരെ സക്സസ് മനസ്സിൽ ഉള്ള ഒരു സംഗതിയാണ്. അത് നമുക്കും മൂപ്പരോട് സംസാരിക്കുമ്പോഴും മൂപ്പരോട് ഇടപഴകുമ്പോഴൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. ഭയങ്കര സ്നേഹമാണ്. അതായത് നമ്മളെ അതൊക്കെ വിവരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ ഉസ്താദിനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ചിലപ്പോൾ പാട്ടൊക്കെ പാടി ഇങ്ങനെ വിടലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങള്, സയ്യിദ് അവറുകള്, ഞാൻ യാദൃശ്ചികമായി ഒരു ഈജിപ്ത് യാത്രയിൽ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഓർമ്മയിലൊരു 4-5 ദിവസത്തോളം ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിലെ കൈറോയില് ഒരു ഹോട്ടലിൽ. ഉസ്താദിന്റെ കൂടെ ഞാൻ ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂറോളം റൂമിൽ സംസാരിച്ച് തന്നിട്ടുണ്ട്, ഞാനും ഉസ്താദ് ഒറ്റയ്ക്ക്. ഓർമ്മണ്ടോന്ന് അറിയില്ല. ഉസ്താദ് ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആരായാലും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ കൈ മുത്താൻ പോലെ നമ്മളൊരു ബഹുമാന സൂചകമായിട്ട് നമ്മളൊരു ആദരവിന്റെ ഭാഗമാണല്ലോ. ഒരിക്കലും കൈ മുത്താൻ തരില്ല, സമ്മതിക്കൂല, അത് വലിക്കും. പിന്നെ ഇന്ന ആരോ ഒന്ന് പരിചയപ്പെടുത്തി, പിന്നെ സക്കാഫിയാണ് പറഞ്ഞിട്ട്. അപ്പോ ഞങ്ങൾ പറഞ്ഞു കവികളൊക്കെ നമ്മളെ കുട്ടികളല്ലേ, അപ്പൊ ഇത്ര ഇങ്ങനെ പറയണ്ടോ എന്നോട്, നമ്മളെ കുട്ടികളാണ് സക്കാഫികളൊക്കെ നമ്മളെ കുട്ടികളാണ് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഭയങ്കര എല്ലായിടത്തും കാണുമ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ AP ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മൾ കുറേ തിരക്കി പിടിച്ച് കൈയൊക്കെ തിരക്കി പിടിച്ച് പോയി പിടിക്കണം, അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ പൊതുവെ നമുക്ക് ഉസ്താദ് കാണുമ്പോൾ ഇങ്ങനെ നോട്ടം ജസ്റ്റ് മതി, അത് നോക്കിയാലോ അത്ര. അതേപോലെ പിന്നെ തങ്ങൾ ഉസ്താദ് തന്നെ അല്ല, പിന്നെ അതിന്റെ എല്ലായിടത്തും കാണുമ്പോൾ ഒന്നേ നോക്കിനാ ഒരു ചെറിയ ഇങ്ങനെ പാസ്സാക്കിയിട്ട് ഭയങ്കര രസമായിരുന്നു. കുറെ ഉസ്താദ്മാരുണ്ടായിരുന്നു. നിങ്ങളെ അരിപ്ര ഉസ്താദ്, പിന്നെ സലാം ബാക്കി ഉസ്താദ്, പിന്നെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങളെ കുറച്ച് മുതിർന്ന നേതാക്കളായിട്ടുള്ള ഉസ്താദ്മാരെന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉസ്താദായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൈറോയിൽ കുറച്ച് ദിവസം ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അല്ല, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ, ഒന്ന് ഒഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ തിരക്കിലായിരിക്കും. AP ഉസ്താദാണെങ്കിലും തങ്ങൾ ഉസ്താദാണെങ്കിലും അവരൊക്കെ ഓരോ പിന്നെ സംഘടനാപരമായിട്ടും അല്ലാതെയുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും. പ്രവാസികളൊക്കെ സുഖതാണ്. അവിടെ വന്നാൽ എല്ലാവരും ഒഴിഞ്ഞ് കിട്ടും. ഇപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ഞാൻ പിന്നെ വലിയ ഉസ്താദന്മാർ വലിയ വണ്ടിയിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ നോക്കിക്കാണും. ഉസ്താദന്മാർ വലിയ കാറിൽ, അന്ന് പിന്നെ ഇന്നോവ അല്ലെങ്കിൽ പിന്നെ ഫോർച്യൂണറൊക്കെ അന്ന് ഉസ്താദന്മാർ ഉപയോഗിച്ചിരുന്നത്. അവരൊക്കെ പ്രഭാഷണത്തിന് വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളിലായിരിക്കും അട്രാക്ഷൻ. അന്ന് എനിക്കൊരു ബിസിനസ്സിൻ്റെ ചെറിയൊരു കണ്ണുണ്ടായതുകൊണ്ട് സ്വാഭാവികം ഞാൻ അതിങ്ങനെ നോക്കിക്കാണും. അതുപോലെ ഉസ്താദിൻ്റെ പല വീഡിയോസും കാണുമ്പോൾ പല ആളുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്ട്രൈക്ക് ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉസ്താദിനെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉസ്താദിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഉസ്താദിന് കൊടുക്കാനുള്ളൊരു മെസ്സേജ് എന്താണ്? മെസ്സേജ്
ഞാനൊരു യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് എങ്ങനെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത്. ഇപ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് പറ്റണത് എന്നുള്ളത്. കുറേ ആളുകളുടെ ആഗ്രഹമാവുമല്ലോ. അപ്പോൾ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ശരിക്കും. എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹം. എങ്ങനെയാണ് ഇങ്ങനെ യാത്ര ചെയ്യണത്. ഫിനാൻഷ്യൽ വലിയൊരു പാർട്ടാണ്, അതൊരു പാർട്ടാണ്. അപ്പോൾ എങ്ങനെയാ ചോദിച്ചിരുന്നു. ശരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാനം എൻ്റെ ഒരു പിന്നെ എനിക്ക് ഇന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ് നമ്മളെ ഒരു സ്വപ്നമാണ്. നമുക്ക് നമ്മളെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഉണ്ടാവുമല്ലോ. ആ വഴികൾ തുറന്നു നമ്മൾ സ്വപ്നം കാണുക, ആഗ്രഹിക്കുക. അപ്പോൾ അതിലേക്ക് എത്താൻ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കാനോ പിന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാനോ ഡീഗ്രേഡ് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ ആളാണ്. ഞാൻ ഓൾറെഡി അനുഭവിച്ചാണ്. അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ബ്ലോഗ് തുടങ്ങിയ സമയത്ത് പിന്നെ എന്താ എൻ്റെ ബ്ലോഗ്, പുതിയ ഏർപ്പാടൊക്കെ എൻ്റെ ഒരു ബ്ലോഗ് ഇതൊന്ന് നിർത്തിക്കാം, ഇനി വീഡിയോ ഇടരുത് കേട്ടോ യൂട്യൂബിൽ, ഒരു മോശമാണ് എൻ്റെ ഒരു വർത്താനം അതൊക്കെ ഒരു ജാതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ അത്രയും പിന്നെ ഇന്നങ്ങോട്ട് നമ്മൾ തേച്ചൊട്ടിക്കാന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷെ ഞാൻ എന്നത് എന്ത് ചെയ്തില്ല, ഞാനത് കാര്യമാക്കി. എനിക്ക് ഭയങ്കര ഒരു ത്രില്ലായിരുന്നു. ഞാനത് ചെയ്തു. എനിക്ക് ഇങ്ങനെ ചെയ്ത് പോകണം, ഒരു ട്രാവൽ ചെയ്യണ ഒരു ലെവലിലേക്ക് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പേഴ്സണലി വീഡിയോയിലെ അഭിപ്രായം പറയാതെ പേഴ്സണലി വന്നിട്ട് മെസ്സേജ് അടിപൊളിയായിരിക്കും കേട്ടോ, അടുത്തതാകുമ്പോൾ ഒന്നും കൂടി സെറ്റപ്പ് ആക്കണം, അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. സജഷൻസ് ഒക്കെ പറഞ്ഞു തരുമോ? അത് കുറവാണ്. പക്ഷെ ഇതായിരുന്നു കൂടുതൽ. ഞാൻ നിർത്തിയില്ല. എനിക്കൊരു സ്വപ്നമാണ്, അങ്ങനെ മുന്നോട്ട് പോയി. ആ ഒരു ഇതിൽ ഞാൻ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ തിരിച്ചു പറയാൻ തുടങ്ങിയില്ലേ. നമ്മളിങ്ങനെ സംസാരിക്കാനുള്ളൊരു സിറ്റുവേഷൻ തന്നെ ഉണ്ടാവണത് ഞാൻ അങ്ങനെയൊന്നും നിർത്താതെ വന്ന് കുറെ വ്ളോഗ് ചെയ്ത് കുറെ യാത്ര ചെയ്ത് അങ്ങനെയുള്ള നമുക്ക് ഒരു കണക്ഷൻ വരുന്നത്. ഞാൻ നിർത്തിയില്ല. എന്റെ സ്വപ്നമായിരുന്നു. ഞാനത് പിടിച്ച് തൂങ്ങി എങ്ങനെയൊക്കെ അത് ഇതാക്കാൻ പറ്റും. ഫാമിലിന്നൊക്കെ ഉമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു. അമ്മയൊക്കെ പണ്ട് തന്നെ വീഡിയോ ചെയ്യുമ്പോ തന്നെ ഞാൻ പറഞ്ഞു രസത്തിലായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അവർക്കൊന്നും അന്ന് അറിയില്ലല്ലോ ഇവനിപ്പോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. നമ്മള് പറഞ്ഞിടത്തൊന്നും പോകാൻ നിൽക്കുന്നത് ഇവനിപ്പോ എന്താണ് കണ്ടുകണത് എന്നുള്ളത് പോലും അറിയില്ല. എന്റെ ലക്ഷ്യം തന്നെ യാത്ര ചെയ്യണം, യാത്ര ചെയ്ത് അതിലൂടെ നമ്മൾ ജീവിക്കണം. അപ്പൊ നമുക്കുള്ള പിന്നെ ജീവിക്കാനുള്ള ഇൻകം സോഴ്സുകൾ അതിലൂടെ കണ്ടെത്തണം. അങ്ങനെ എന്റെ സ്വപ്നവും ലക്ഷ്യവും അതായിരുന്നു. എനിക്ക് അന്ന് തന്നെ കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. കാണുന്നവർക്ക് എന്താ തോന്നുന്നു, ഓ അങ്ങനെ തേരാപ്പാര നടക്കണ്, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, കുറെ വീഡിയോ ഇടണോ ഇന്ന് അവിടെ നാളെ ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെ പോകും. അവിടുന്ന് കുറെ വീഡിയോ ഇടും, ഇവിടുന്ന് കുറെ വീഡിയോ ഇടും. എനിക്ക് എന്റെ ലക്ഷ്യം ഇതായിരുന്നു. അപ്പൊ എന്റെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച മെസ്സേജിക്കാണ് ഞാൻ എത്തിയത്. എനിക്ക് ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഇതിലേക്ക് എത്തിന്ന് ഞാൻ പറയണില്ല, അങ്ങനെ വിചാരിക്കാനും പാടില്ല. അപ്പൊ നമ്മളവിടെ സ്റ്റോപ്പായി പോകും. നമുക്ക് വളർച്ച മുരടിച്ചു പോയത്. ഈ ലക്ഷ്യത്തേക്ക് എത്തിയിട്ടില്ല, ഇനി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിക്കണം. നമ്മൾ വളരെ കുറച്ച് ഒരു യാത്രക്കാരെന്നുള്ള നിലക്ക് ഞാൻ വളരെ കുറച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. 5-8 രാജ്യം എന്ന് പറയുന്നത് ഇപ്പോ വളരെ കുറച്ചല്ല. ഒരുപാട് നിങ്ങളെ യാത്രയിൽ നിങ്ങളെ ഇൻസ്പയർ ആകാനുള്ള കാരണം എന്തായിരുന്നു? യാത്രയിൽ ഇൻസ്പയർ ആകാൻ മീൻസ് എനിക്ക് തോന്നുന്നത് ഞാൻ വലിയ ആൾക്കാരൊക്കെ പറയുമ്പോൾ ട്രോളായി വരലുണ്ട്. പക്ഷെ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊക്കെ പറയലുണ്ടല്ലോ ആൾക്കാർ. അത് പണ്ട് തന്നെ നമുക്കിപ്പോ ഉപ്പാന്റെ കൂടെ തന്നെ ബൈക്കുമ്മേ ഇപ്പൊ എവിടെക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാനൊരു പൂതി ഉണ്ടാവും ബൈക്കുമ്മേ. എന്നാ ഞാനും ഉണ്ട് വെറുതെ ബൈക്കുമ്പോ കയറി. ചെറുപ്പത്തിലേ എങ്ങനെയാണ് നമുക്ക് എവിടെക്കെങ്കിലൊക്കെ വണ്ടിയുമ്പോ അങ്ങനെ അല്ലെങ്കിൽ വണ്ടിയിൽ പോകാനുള്ള രസമാണ്. അന്ന് തന്നെ ഉള്ളതാണ്, ഒരു പാഷനാണ് അന്ന് തന്നെ യാത്ര എന്നുള്ളത്. എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ചിലർക്ക് യാത്ര ഭയങ്കര പാഷനായിരിക്കും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതിന്നാണ് വന്നത്. പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഒന്ന് ഇട്ട് ഇങ്ങനെ അതൊന്നും ഇങ്ങനെ രസമായി വന്നപ്പോ ഒന്നും കൂടി ത്രില്ലായി. നമ്മള് യാത്ര ചെയ്യണത് കാണാനും ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ത്രില്ലും കൂടി ആയപ്പോ ഒന്നും കൂടി അതിനുള്ള സാധ്യത. പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ ഈ സ്വപ്നത്തോട്? ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു വീഡിയോ എഡിറ്റിങ്, വീഡിയോ ഷൂട്ടിങ്, ഇതിന്റെ ഒരു ക്രൈസ് ഒരു മൈൻഡിലുള്ള ആളാണ് പണ്ട് തന്നെ. അപ്പൊ ഇതും അതുമായി കണക്റ്റഡ് ആണല്ലോ. എപ്പോഴും ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് പോണ ആളാണ്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഈ എഡിറ്റിംഗ് ഇതൊക്കെ പഠിക്കുക. ഞാൻ തന്നെ എഡിറ്റ് ചെയ്യല്. ഇപ്പോഴും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണത്. ഇപ്പൊ എന്റെ ചാനലിലൊക്കെ ഇടയ്ക്ക് വീഡിയോ ചിലപ്പോൾ പലപ്പോഴും വരാൻ നല്ല സമയം പിടിക്കും. എഡിറ്റ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്
ഞാൻ തന്നെ പെർഫെക്ഷൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത് എത്ര ആയാലും ഇത് മിനുക്കിയിട്ടേ ഇത് ശരിയാവില്ല. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ ഒരു 3-4 രാജ്യത്തിന്റെ വീട് എൻ്റെ ഒക്കെ സ്റ്റോക്കാണ്. ഇടാണ്ട് അതായത് പോസ്റ്റ് ചെയ്യാണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, ഒമാന്, സൗദി അറേബ്യ. അത് ഒന്ന് സമയത്തിന്റെ പരിമിതിയാണ്, പിന്നെ എഡിറ്റിങ് നല്ല ടൈം പിടിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഉസ്താദ് കണ്ടോന്നറിയില്ല, ഞാന് വോയിസ് ഓവർ ചെയ്യുന്നു. കണ്ടു, ശ്രദ്ധയപ്പെട്ടു. എനിക്കിങ്ങനെ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര, അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരാള്, പ്രത്യേകിച്ച് നമ്മുടെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡ് തന്നെയാണ്. വീഡിയോ തന്നെയാണ് നമുക്ക് അതിലുള്ളൊരു സ്വാധീനം. മൂപ്പരൊരു സഞ്ചാരം നമ്മൾ ചെറുപ്പത്തിൽ ഏഷ്യാനെറ്റിലൊക്കെ മൂപ്പര സഞ്ചാരം കണ്ടിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ട് നമ്മളെ ഇസ്ലാമിക് ആയിട്ടുള്ള കുറെ സംഗതികൾ കാണിക്കണ്ടല്ലോ ലോകത്ത്. അപ്പൊ ആ ഒരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയായിരുന്നു മൂപ്പര രീതി. നിങ്ങളെ പല രാജ്യങ്ങളുടെയും സന്ദർശിക്കുമ്പോഴേ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊക്കെ എപ്പോഴും സമാധാനം വേണം, ആരൊക്കെയാണെങ്കിലും സ്നേഹം കൊടുക്കണം, സൗഹൃദം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ പല രാജ്യങ്ങളിലൂടെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ പല തരത്തിലുള്ള ആളുകളോട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റും, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കേരളീയരായ ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? ഒരു സൗഹൃദമോ സ്നേഹമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? പൊതുവെ ഇപ്പം നമ്മൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പറയും മിസ്രികൾ ഭയങ്കര ചീപ്പ് സ്വഭാവമാണെന്ന് പറയാറുണ്ട്, എല്ലാവരും പറയും. പക്ഷെ മിസ്രിൽ പോയിട്ട് ഒരു മിസ്രിയുടെ കൂടെ നമ്മൾ ജീവിച്ചാലാണ് കറക്റ്റ് പോലെ അത് നമുക്ക് കിട്ടുള്ളൂ. ശരിക്ക് ഞാനന്ന് ഒരു വീഡിയോയിൽ ഞാൻ മിസ്രികളെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അന്ന് അതിൻ്റെ അടിയിൽ ഫുള്ള് തെറി കമന്റ് ആയിരുന്നു. മിസ്രികൾ അങ്ങനെയൊന്നുമില്ല, മിസ്രികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു നന്ദിയില്ലാത്ത ആൾക്കാർ, നമ്മൾ ഇടപഴകുന്നത് പോലെ തിരിച്ചു കിട്ടും എന്നുള്ള അല്ലെ, നമ്മളെ എങ്ങനെയാണ് ആളുകളോട് പെരുമാറുന്നത്. അതെ തീർച്ചയായും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു വേറൊരു സത്യം, ഇപ്പൊ നമ്മളിപ്പോ ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാല് അപ്പത്ത് നമ്മളെ സ്വഭാവത്തിന് വേറെ ടോണല്ല ഉണ്ടാവും. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ ഉള്ള ടോണിനേക്കായി കുറച്ചും കൂടി ഒരു സ്ട്രോങ് അഗ്രസീവ് ലെവലായിരിക്കും നമ്മൾ വേറെ സ്ഥലത്ത്. അതുപോലെ ആ ലെവല് കുറച്ച് കൂടുതലാണ്. അടിപൊളിയാണ് മിസ്രികൾ. ഞാൻ ഒരു ഫുള്ള് സന്നദ്ധത ഉള്ള ആളുകളാണ് ഓല് മാനസികമായിട്ട്. എത്ര നേരമാണെങ്കിലും വെയിറ്റ് ചെയ്യും, എത്ര നേരമാണെങ്കിലും വണ്ടി ഓടിക്കും, ഓല് എന്തും സഹിക്കാൻ റെഡിയാണ്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ അതിൽ പറയുമ്പോൾ ഓർമ്മ, ഇറാഖിൽ മുസ്തഫാൻ്റെ ഒരു ഡ്രൈവറുണ്ട്, അടിപൊളിയാണ്. അയാള് രാവിലെ 4 മണിക്കാണെന്നാണ് അയാൾ 4 മണിക്ക് വരും, കറക്റ്റ് ടൈമിംഗ് പങ്ക്ച്വൽ. അതിൽ എങ്ങനെ ഏത് പോകാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകും. എസ്പെഷ്യലി നമ്മൾ ഇറാഖിൽ പറയുമ്പോൾ അനസർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ സഹചാരിയല്ലേ, ഈ അനസർ റളിയല്ലാഹുവിന്റെ മക്ബറ ഉള്ളത് ഇറാഖിലാണ്, ബസറയിലാണ്. ഈ ബസറയിൽ ഈ അനസർ റളിയല്ലാഹുവിന്റെ മക്ബറ നിൽക്കുന്ന സ്ഥലം, ഈ മക്ബറ പുതുക്കി പണിതത് സദ്ദാം ഹുസൈനാണ്. അപ്പോൾ അതൊരു മരുഭൂമിയിലാണ്. അതിന്റെ മതിലുമൊക്കെ സദ്ദാം ഹുസൈൻ പുതുക്കി പണിതെന്നുള്ള രൂപത്തിൽ അതൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ. അങ്ങോട്ട് പൊതുവെ ഇറാഖികളാരും നമ്മളെ കൊണ്ടുപോകില്ല. കാരണം ഇന്നും സദ്ദാം ഹുസൈൻ പുതുക്കി പണിതു എന്നുള്ളത് കൊണ്ട് ഒരു ഡേഞ്ചർ ഏരിയ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. കാരണം ഇറാഖ് ഒരു ഷിയ രാജ്യമാണല്ലോ, 60% ഷിയാക്കളുള്ള രാജ്യം. സദ്ദാം ഹുസൈൻ സുന്നിയാണ്. അപ്പോൾ ഇന്നും സദ്ദാം ഹുസൈനോടുള്ള വിരോധമുള്ള ഒരു രാജ്യം ആയതുകൊണ്ട് തന്നെ എല്ലാ ഡ്രൈവർമാരും കൊണ്ടുപോകില്ല. പക്ഷെ മുസ്തഫ ഞങ്ങളവിടെ കൊണ്ടുപോകും. ഞാൻ തോന്നിൻ്റെ ഓർമ്മയിൽ 3-4 പ്രാവശ്യം ഇറാഖ് പോയിട്ടുണ്ട്. 4 പ്രാവശ്യം ഞാൻ അൻസറുല്ലാഹിന്റെ മുഖബറയിൽ പോയിട്ടുണ്ട്. പൊതുവെ അത് പോകാൻ കഴിയാത്തൊരു ഏരിയയാണ്. മുസ്തഫാന്റെ ഒരു സന്നദ്ധത കൊണ്ട് മുസ്തഫ എന്തും സഹിച്ച് നമ്മളവിടെ എത്തിച്ചേരും. അപ്പോൾ കുറെ ഇറാഖിൽ പോയ ആളുകൾക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ട് ബസറയില്. പിന്നെ ഒറ്റപ്പെട്ടൊരു ഏരിയയാണ്, ഒരു അപകടം പിടിച്ചൊരു ഏരിയയാണ്. അപ്പം അങ്ങനെ ഇങ്ങനത്തെ കുറെ സന്നദ്ധത നമുക്ക് ബോധ്യപ്പെടും കുറെ ആളുകളുടെ ലൈഫിൽ നിന്ന്. അതുപോലെ അങ്ങനെയാണ് നമ്മളൊരു മുൻധാരണയോട് കൂടി കാണുന്നതല്ല ശരിക്കും. നമുക്ക് ബോധ്യപ്പെട്ട് എന്തിനും വില്ലുന്നു, നേരെ തിരിച്ചുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സൗഹൃദ, ആ ഒരു കരുതല് നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം വേറെ തന്നെയാണ്, ഭയങ്കര രസമാണ്. പിന്നെ ഇന്ത്യക്കാരാന്ന് പറയുമ്പോൾ പൊതുവെ അങ്ങനത്തെ രാജ്യത്തൊക്കെ ഇന്ത്യക്കാരാണ് വളരെ അത്ഭുതത്തോടു കൂടി നോക്കലുണ്ട്. ചെക്ക് പോസ്റ്റിൽ ഇറാഖിലൊക്കെ ചെക്ക് പോസ്റ്റ് 100 കിലോമീറ്ററിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ബഗ്ദാദിൽ നിന്ന് നമ്മൾ ബസറയിൽ പോകുമ്പോൾ ഏകദേശം 10-700 കിലോമീറ്റർ ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റിലൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്യും. പക്ഷെ ഹുനൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കയറില്ല. ആ ഓക്കെ ശുക്രൻ മനസ്സിലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിടും. വിശ്വാസമാണ് എന്നാണ് ധാരണ. ഞാൻ അധികം ബസ്സിന് മുന്നിലല്ലേ ഇരിക്കുക. അപ്പൊ ഈ ഡ്രൈവറെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ അത് കറക്റ്റ് നമ്മൾ കാണും. ഹുനൂദ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് ചെക്കിങ് വേഗം വിടും.
പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെയുള്ള ഒരു പരിഗണന ട്രസ്റ്റാണ്. ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് പല ഇനത്തിൽപ്പെട്ട മനുഷ്യന്മാരെ കാണും. അതിൽ നിറത്തിൽ വ്യത്യാസമുള്ളവരുണ്ടാവും, ചിലപ്പോൾ നമ്മളെ സെയിം റിലീജിയൻ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണെങ്കിലും, ഇപ്പോൾ അയൽവാസി പട്ടിണി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മതം നോക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവരെ പോയിട്ട് സഹായിക്കണം എന്നല്ലേ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ ഒരു സൗഹൃദ വലയം ഇത് വല്ലാതെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? അത് നമ്മളൊരു വേറൊരു രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് വേറെ മതവിഭാഗക്കാരെയും നമ്മളെയും തിരിച്ചറിയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ പോയ സമയത്ത് ഉസ്ബെക്കിസ്ഥാനിൽ ഈ മുണ്ട് മീൻസ് തല മറക്കാതെ നടക്കുന്ന സ്ത്രീകളുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ കൗണ്ടർ ഉണ്ടാവും. അതൊരു പ്രത്യേക കാഴ്ചയാണ്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്ത് ഒരു സുഹൃത്തിനൊക്കെ കാണിച്ചതാണ്, തല മറക്കൂല പക്ഷെ കയ്യിൽ കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ പണ്ട് ഒരു കൊളോണിയൽ ഇതുള്ള രാജ്യമായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് വിശ്വാസമുണ്ട് ഹൃദയത്തിൽ, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. ഇത് കണ്ട കാഴ്ച കൊണ്ട് നമുക്കിത് മുസ്ലിം ആണോ മുസ്ലിം അല്ലാത്ത ആളാണോ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു സംഗതി നമ്മളെ നാട്ടിൽ തന്നെയാണ് നമുക്കൊന്നും കൂടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് എൻ്റെ വീടിൻ്റെ മുന്നിലൊരു 4-5 വീട് പിന്നെ നമ്മളെ സഹോദര മതത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ ഞങ്ങളും അവരും തമ്മിലുള്ളത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഭയങ്കര രസമാണ്. നമ്മളവിടെ പെരുന്നാളിന് എൻ്റെ യൂട്യൂബിൽ റീലുണ്ടായി 1 മില്യൻ്റെ മേലെ പോയിട്ടുണ്ടായിരുന്നു. പെരുന്നാൾക്ക് ബിരിയാണി കൊണ്ടുപോയി കൊടുക്കണം. നമ്മളെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-30 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ ഓരോ മുറ്റവും ഞങ്ങളെ മുറ്റവും നടുവിൽ, അതിൻ്റെ നടുവിൽ റോഡ്. അപ്പോൾ നമ്മളിവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിൻ്റെ ഫുഡ് കാര്യങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും. റമദാനിൽ നമ്മൾ 27 നമ്മൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഓലെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടല്ലോ, പോകണം അങ്ങനത്തേനൊക്കെ ഓല് ഫുഡ് ഉണ്ടാക്കിയാൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കും. ഈ 4-5 വീട്ടുകാരും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ തറവാട്, എൻ്റെ അമ്മായിൻ്റെ മൂത്തമ്മാൻ്റെ അതൊക്കെ ഇങ്ങനെ ഒരു വരിയിലുള്ളത്. അവരൊക്കെ തമ്മിൽ അങ്ങനെയാണ്. നമ്മൾ ഈ വർഗീയത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്കൊന്നും അത് ഫീൽ ചെയ്യൂല. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര രസകരമായി ജീവിക്കുന്ന ആൾക്കാരാണ്. നബിദിനത്തിന് സംഭാവന തരുന്ന ആളുകൾ, റാലിക്ക് ഇത് ഫുഡ് കൊടുക്കണ ചീരിഞ്ഞ് കൊടുക്കുന്ന ആളുകൾ, അവരെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് പിരിവിന് വരും. നമ്മളൊരു സൗഹാർദ്ദം എന്നുള്ള ആൾക്ക് നമ്മളതിന് കൊടുക്കുന്ന. അപ്പം നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷകരമായി ജീവിക്കണേ. ഏതോ ഒരു മുക്കിലുണ്ടാവണ ചെറിയ പ്രശ്നം അത് ടോട്ടലി നമ്മളെ മീഡിയകളിൽ വരുന്ന ഒരു ഇതാണ്. നമ്മളെ നാട്ടിലൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷം. ഞങ്ങളുടെ നാട്ടിലൊന്നും ഒരു ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഒരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു വർഗീയത എന്ന് പറയാൻ ഒന്നുമില്ല. അല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ആ മനുഷ്യൻ എന്നുള്ള പറയുക, ഇപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും ഇതൊക്കെ വ്യത്യസ്തമായ ആണെങ്കിൽ പോലും മനുഷ്യൻ എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ വല്ലാതെ നടക്കുന്ന സമയം ഒന്നും വേണ്ട. നിങ്ങൾ നേരത്തെ പറഞ്ഞ ദേവർശൈല ഉസ്താദിന്റെ സമൂഹ വിവാഹം, എത്ര ആളുകളെ ആരും നോക്കാതെ, അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പിന്നെ നമ്മളെ സഹോദര മതപ്പെട്ട ആളുകളിലൊക്കെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുത്ത ഒരു സംഭവം. അതെ, അതിപ്പോ അന്ന് അവിടെ നിന്ന് നിക്കാഹിന്റെ ഒരു മോഡൽ ഉണ്ടല്ലോ. മുസ്ലിങ്ങളെ നിക്കാഹൊക്കെ മർക്കസിന്റെ മുറ്റത്തുള്ള ഇതിൽ വെച്ചാണ് നടന്നത്. മറ്റ് മതക്കാരെ ഇപ്പോൾ മുസ്ലിം ഹിന്ദു വിഭാഗത്തിലുള്ള പോലെ അതിന്റെ തൊട്ട് മുന്നിൽ ഒരു അമ്പലം ഉണ്ടായി. ആ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഓലെ ആചാരപ്രകാരം ആണ് ഓരെ വിവാഹം നടക്കുന്നത്. പക്ഷെ രണ്ടും എല്ലാരും ഒരുമിച്ച് ഓലത് ഓലെ ആചാരം പോലെ നടക്കട്ടെ, നമ്മളെ ആചാരം പോലെ നടക്കട്ടെ, എന്നാ നമ്മളൊക്കെ ഒന്നാണ്. മാനുഷികതക്ക് പരിഗണന കൊടുക്കുന്ന. അതെ, അപ്പൊ അത് ഭയങ്കര ഒരു രസമായിരുന്നു. അന്ന് അവിടെ ഞാൻ പോയിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ഈ കല്യാണത്തിന്. ഭയങ്കര ജനം, എല്ലാരും ഒന്നാണ്. മനുഷ്യർക്ക് വേണ്ടി എല്ലാരും ഒറ്റക്കെട്ടായിട്ട്. നമ്മളതിലാരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടി ജീവിക്കാൻ പാടില്ല. എല്ലാരും ഒറ്റക്കെട്ടായി എല്ലാരും കാര്യവും ചെയ്തു കൊടുക്കുക. അതെ അതെ, അതെന്താ അറിയോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയകളുടെ പല ഇടപെടലുകളും ചെറിയ അവിടെയും ഇവിടത്തേക്കൊക്കെ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ വരുമ്പോൾ ഇത് പർവ്വതീകരിച്ചിട്ട് ടോട്ടലി കേരളത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ കല്യാണം ഒരു മീഡിയ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ ചാനലിൽ ചെറുതായി വന്നു എന്നല്ലാതെ അത്രയും വലിയൊരു മാനുഷികമായ പരിഗണനൻ്റെ ഒരു
അതെ, അത്രയും വലിയൊരു വലിയൊരു ഉദാഹരണമാണല്ലോ മാതൃകയാണ്. അവിടെ ഉണ്ടായത്. അതെ അതെ അതെ. അത് ഒരു നമ്മളെ ഈ പ്രമുഖ വാർത്താ മീഡിയ ചാനലുകളിലൊന്നും ആരും ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു വാർത്തയാക്കിയിട്ട് കാണിച്ചിട്ടില്ല. അല്ല, ഉസ്താദിനെ പോലുള്ള ആളുകളെ ഈ ഒരു മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ പേര് പറയുമ്പോൾ തന്നെ, കാരണം ഇത് മീഡിയൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇതിൽ വലിയ ഘടകമാണ്. അപ്പോൾ അത് ആ ഒരു സ്നേഹം സൗഹൃദം കൺവേ ചെയ്യാൻ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമുക്കൊരു നിലനിൽപ്പുള്ളൂ. നമ്മളെ നാട്ടിലൊരു ഒരു സൗഹാർദ്ദവും ഒരു സ്നേഹമൊക്കെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് എല്ലാവരും പരിഗണിച്ച് എല്ലാവരുടെ സന്തോഷത്തിലും പങ്കുചേർന്ന് എല്ലാവരുടെ സങ്കടത്തിലും നമുക്ക് പങ്കുചേർന്ന് അവരെ ഒരു സപ്പോർട്ട് ചെയ്യാനുള്ള ഇതുണ്ടെങ്കിൽ അതെ, നമ്മളെ മതം അനുസരിച്ചുള്ള പല കാര്യങ്ങളും പലർക്കും ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്യുന്നതോ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും ആവില്ല. ഏത് മതത്തിലാണെങ്കിലും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ അവരുടെ മതം അനുസരിച്ച് മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരോടും സഹകരിച്ച് ഒരു സന്തോഷം അപ്പോഴല്ലേ നമ്മളെ ഈ ഓരോ ദിവസം കഴിഞ്ഞു പോണതിന് ഒരു രസമുള്ളൂ. തീർച്ചയായും നമ്മൾ എന്തിനോ വെറുതെ പ്രശ്നം ഉണ്ടാക്കി ഒരു സമാധാനപരമായൊരു ജീവിതം ഇല്ലല്ലോ. എല്ലാവരും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പൈസ ഉണ്ടായതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവാം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ലാസ്റ്റത്തെ പോയിന്റിലേക്ക് തന്നെ വരാം. ഞാനങ്ങനെ യൂട്യൂബിൽ ഞാൻ ആദ്യം വ്ളോഗ് ടൈപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. വ്ളോഗ് ടൈപ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇൻഫർമേഷൻസ് വളരെ കുറവായിരിക്കും. അതിപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈജിപ്തിലെ പിരമിഡിൻ്റെ മുന്നിൽ ഞാനെത്തി. ഞാനിപ്പോൾ പിരമിഡിൻ്റെ മുന്നിലാണ്. ഇത് പിരമിഡ് ഇത്ര ഉയരമുണ്ട്, ഇവിടെ അങ്ങനെ 5 ഉണ്ട്, പിന്നെ ഇത് ഭയങ്കര മരുഭൂമിയാണ്. ഇൻഫർമേഷൻസ് അത്ര ഉള്ളൂ, നമുക്ക് പിന്നെ കൂടുതൽ ഇല്ല. അപ്പോൾ ഞാൻ ആദ്യം ഇറാഖിൽ പോയ സമയത്ത് ഞാൻ വ്ളോഗാണ് ചെയ്തത്. രണ്ടാമത് ഞാൻ ഇറാഖിൽ പോകുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഇത് വ്ളോഗ് മാറ്റാം. കാരണം ഒന്നും കൂടി ആളുകൾക്ക് ഉപകാരപ്പെടണം എന്ന ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ട്രാവലോഗ് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ഇത് ഷൂട്ട് ചെയ്ത് പോരും. നാട്ടിൽ വന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, റിസ്കിയാണ്. ഒരു നമുക്കൊരു 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വലിയ നോട്ട് പുസ്തകത്തിന്റെ ഒരു 10 പേജ് എഴുതണം. അപ്പൊ അത് അത്രയും പോയിന്റുകൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പൊ എനിക്കിപ്പോ യൂട്യൂബിൽ വീഡിയോ ഇടലല്ലേ പണി എന്നറിയാം ആൾക്കാർ. വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടലല്ലേ, വ്ളോഗർക്ക് ഇപ്പൊ വലിയ പണിയൊന്നും ഇല്ലല്ലോ എന്ന് ആൾക്കാർ പറയാം. പക്ഷെ ഇതിന്റെ 10 പേജ് എഴുതി ഉണ്ടാക്കണം, സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കണം. ഇപ്പൊ എഴുതുന്ന ആൾക്കാർ എവിടെ ഉള്ളു? ഒരാളിരുന്ന് എഴുതുക പറഞ്ഞാല് ആളുകൾ വിശ്വസിക്കൂലല്ലോ. എന്റെയൊക്കെ 3 നോട്ട് പുസ്തകം ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് കണ്ടന്റ് എഴുതിയ 3 നോട്ട് പുസ്തകം, വലിയ നോട്ട് പുസ്തകം. അതിൽ 10 പേജ് എഴുതിയാൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോക്കുള്ള കണ്ടന്റ് ആയി. പിന്നെ അത് വോയിസ് ഓവർ എടുക്കണം. അത് വോയിസ് ഓവർ എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ വീഡിയോ ആയിട്ട് ക്ലബ് ചെയ്യണം. ക്ലബ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആയി വരുമ്പോഴേക്കിന് മിനിമം ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാക്കാൻ, എനിക്ക് ഈ ടൈപ്പ് വീഡിയോ ഉണ്ടാക്കാൻ ഒരു 2-3 ദിവസം വേണം. അതിനുള്ള നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പം അങ്ങനെ ഒരു ഇൻഫർമേറ്റീവ് ആവണം എന്നുള്ള രൂപത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഉണ്ടാക്കുന്നത്. പക്ഷെ അത് നല്ല ആ ഒരു വെറൈറ്റി ആയിട്ടേ, അതായത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ നമ്മളിങ്ങനെ കണ്ടിരിക്കും, അറിയാതെ കണ്ടിരിക്കും. അതായത് ഭയങ്കര സ്വീകാര്യമായിരുന്ന ആൾക്കാർ 1 മില്യൺ ആയ വീഡിയോസ് ഒക്കെ ഉണ്ട് ആളുകൾക്ക് എല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ തുടർന്നും ഉള്ള വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ടൈം ഒരു വിഷയമാണ്, അത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കുറെ രാജ്യത്തെ വീഡിയോസ് ഇപ്പോൾ സ്റ്റോക്കായിട്ട് കിടക്കും. വളർന്നു വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ പിന്നെ കോളേജുകളിലൊക്കെ അല്ലെങ്കിൽ പള്ളി ദർശകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തൊരു മെസ്സേജാണ് നിങ്ങൾക്ക് കൊടുക്കാറ്? അവരോടുള്ള മെസ്സേജ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വരുന്ന കാലത്ത്, ഇനിയിപ്പോൾ വരുന്ന കാലം മീൻസ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ടുള്ള കാലത്ത് ടെക്നോളജിയുടെ ഒരു സാധ്യതകളുള്ള, അതെ VR പോലുള്ള വേറെ ഒരു നിലക്കും നമുക്ക് ഒരാൾക്ക് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ടെക്നോളജി വേണം. എന്ത് ചെയ്യണമെങ്കിലും ടെക്നോളജിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ആശയം ഉണ്ടോ, നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് വിൽക്കണമെങ്കിലും അത് ഒരാൾ വാങ്ങണമെങ്കിലും നമുക്ക് ടെക്നോളജി ഉപയോഗിച്ചാൽ കമ്പൽസറിയാണ്. ഇപ്പോൾ ഒരാളൊക്കെ നല്ല വിവരമുണ്ട്. ഇപ്പോൾ സ്വാഭാവികം നമ്മൾ ദർശന കോളേജിൽ നിന്നൊക്കെ പഠിച്ച് വിവരം കൊണ്ടാണല്ലോ വരിക. ഈ വിവരം വെച്ച് അയാൾക്ക് ജീവിക്കണമെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ടെക്നോളജി യൂസ് ചെയ്യുന്നിടത്തോളം നമ്മളെ പ്രേക്ഷകരും നമ്മളെ കസ്റ്റമേഴ്സും വളരെ വൈഡാവും. വേൾഡ് ലെവലിൽ ചെറിയൊരു സംഭവം ഇപ്പൊ ഈ അടുത്ത് നമ്മളെ OP ഉസ്താദ് ഉണ്ടല്ലോ, എന്താ ഉസ്താദിന്റെ പേര്? OP യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം കേട്ടോ, ഈ ഉസ്താദിന്റെ ഈ വീഡിയോ വന്നപ്പോൾ ഇപ്പൊ നമ്മുടെ പള്ളി ദർസുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന പല ഉസ്താദന്മാരും വളരെ വളരെ നല്ല രസകരമായ ശൈലിയിൽ ആളുകളെ കൺവേ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഉസ്താദിന്റെ ഈ ഒരു
വീഡിയോ കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിന്റെ ശൈലി കണ്ടപ്പോഴാണ് എത്ര ആളുകളാണ് ഉസ്താദിനെ ഫോളോ ചെയ്യുന്നത് അറിയാം. കുറെ ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഇപ്പൊ ഉസ്താദ്മാര് ക്ലാസ് എടുക്കണത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വർഗീയതന്റെ ഒരു വിഷയം ഉണ്ടല്ലോ, അവിടെ പുള്ളി മദർസയിലും പള്ളിക്കൊക്കെ ഫുള്ള് വർഗീയതനെ പഠിപ്പിക്കണേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് കണ്ടപ്പോ എത്ര ആളുകളാണ് ഇങ്ങനെയൊക്കെ അത് വിശദീകരിച്ച ഒരാളുണ്ടോ? ആദ്യമായിട്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരാളൊക്കെ ഞാൻ ഫുള്ള് കണ്ടിരുന്നു. നോമ്പിനാണ് ഇതിന്റെ ഒരു പീക്ക് ലെവലിൽ ഉണ്ടായിരുന്നു. കമന്റ്സ് ഒക്കെ നല്ല രസം. അല്ല, നമ്മൾ ഉസ്താദ്മാരെ പല ഉസ്താദ്മാരും ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ദർസൊക്കെ എടുക്കുന്ന ഉസ്താദ്മാരുണ്ട്, കിതാബൊക്കെ എടുക്കുന്ന ഉസ്താദ്മാർ. അപ്പോൾ അവർക്ക് ഈ ടെക്നോളജി ഉസ്താദ് പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയാവും. ആ ഒരു ക്ലാസ് എല്ലാവർക്കും കിട്ടാം, അതായത് പൊതുജനങ്ങൾക്കൊക്കെ കിട്ടാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതന്നെ. അപ്പൊ ദർസിൽ പഠിക്കുമ്പോൾ നമ്മൾ അപ്പൊ പഠിക്കണത് നല്ല പഠിക്കുക. ഈ പഠിച്ചാലാണ് നമുക്ക് ടെക്നോളജി കൊണ്ട് എന്തെങ്കിലും കാട്ടാൻ പറ്റുള്ളൂ. വിവരമില്ലാതെ ഇത് ഇങ്ങനെ പറയുമ്പോഴേ പഠിക്കണ കാലത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ നമുക്ക് ശ്രദ്ധ പോകുന്നത് പൊതുവിലെ ഉസ്താദ്മാരും പാരന്റ്സും ഒക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടോ? പഠിക്കണ കാലത്ത് പഠനം തന്നെ പഠിക്കണ കാലത്ത് തന്നെ, അതായത് അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു സ്വയം പര്യാപ്തത ആണെന്നുള്ള ചിലവർക്ക് ഓരോരുത്തരെ മാനസികമായിട്ടുള്ള അവസ്ഥകളാണല്ലോ. ഞാൻ പണ്ട് ഒരു സ്വയം പര്യാപ്തനാവണം എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. എങ്ങനെ ആഗ്രഹം. പഠിക്കുന്ന കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഏണിങ്സിന് മീൻസ് എനിക്ക് വയലല്ല, ഞാന് ഈ സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന്റെ ഒരു ഇതുണ്ട്. അതിന്നാണ് ഇപ്പൊ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യണ ആ ഒരു സംഗതിയൊക്കെ എനിക്ക് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയതിൻ്റെ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ ഈ അനൗൺസ്മെന്റ്, പിന്നെ പ്രോഗ്രാംസിന് അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെയാണ് നിങ്ങള് ട്രാവലോഗിലൊക്കെ വോയിസ് ഓവർ മനസ്സിലാവില്ല കേട്ടോ. സ്റ്റുഡിയോ ടെക്നോളജി ആണല്ലോ. പിന്നെ അപ്പൊ അങ്ങനെ ഈ വോയിസ് ഓവർ, പിന്നെ ഓല അഡ്വർടൈസ്മെന്റിനുള്ള വോയിസ് ഓവറുകൾ കമ്പനികൾക്കുള്ള ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പല കമ്പനികൾക്കും ചെയ്യാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ തന്നെ പ്രമുഖരായ പല ടീമിനും ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മളെ സ്കൂളുണ്ട് കാടാമ്പുഴയില് ക്യാമ്പിനോവ പറഞ്ഞ അറിയോന്നറിയില്ല. പെൺകുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളെ +1 +2 ഇന്റഗ്രേറ്റഡ് സയൻസ് നീറ്റ് JEE കോച്ചിങ് ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് പെൺകുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഒരു ഭാഗത്ത് കൂടി നടക്കുന്നുണ്ട് അല്ലേ? യാത്രകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മാഷാ അല്ലാഹ് ഉണ്ട്. അത് നമ്മളൊരു എന്താ പറയാ സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നം കണ്ടോടത്തൊക്കെ നമ്മൾ കാണണമെന്നല്ലേ. അത് നിങ്ങൾ പറഞ്ഞല്ലോ, ഉസ്താദ് നിങ്ങളെ ലൈഫിലൂടെ നിങ്ങളത് കാണിച്ചു തന്നു. പല പ്രയാസങ്ങളൊക്കെ നിങ്ങൾ വളർന്ന് വരുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ആ പറഞ്ഞ ആളുകളൊക്കെ തിരിച്ചു പറയുന്നുണ്ടാവും. സാധ്യതയുണ്ട്. നിങ്ങളോട് നേരിട്ട് പറയണവരുണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. പഠിക്കണ കാലത്ത് പ്രയാസം എന്ന് പറഞ്ഞാലേ നമുക്ക് അങ്ങനെ സാമ്പത്തിക പ്രയാസങ്ങൾ എന്ന് ഞാൻ പറയണില്ല. കാരണം എൻ്റെ വാപ്പ ഉസ്താദാണ്. പിന്നെ വയറിങ്, പ്ലംബിങ് അതൊക്കെ ചെയ്യുന്നു, മദ്രസ അധ്യാപകൻ. നല്ല മാതൃകയാണ്. ഇപ്പൊ മദ്രസ കഴിഞ്ഞാൽ പിന്നെ ഒരു തൊഴിൽ ചെയ്യാന്നുള്ള അങ്ങനെ അധ്വാനിക്കണം. ഇപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രായമായി, അങ്ങനെ വലിയ അസുഖവും കാര്യങ്ങളൊന്നുമില്ല. പഠിക്കണ സമയത്ത് അൽഹംദുലില്ലാഹ് നമുക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ തന്നെ വാപ്പ ചെയ്താൽ. അല്ല, അതൊക്കെ ഒരുവിധം ആളുകൾക്കൊക്കെ ചെയ്തു കൊടുക്കുമെങ്കിൽ കുട്ടികളിൽ ഈ സ്വയം പര്യാപ്തത വേണം. അങ്ങനെ ചെയ്ത് തരുമ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണ്, ഇപ്പാൻ്റെയൊക്കെ നീ പൈസ വാങ്ങരുത്, എനിക്കുള്ള പൈസ ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നൊരു ഇത് പണ്ടേ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അന്ന് തന്നെ ഒരു പൈസ ഉണ്ടാക്കാനുള്ള പല വഴികളും ഞാൻ അങ്ങനെ അന്ന്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ബുർദ പാട്ട് ഇതിനൊക്കെ ഞാൻ ചെറിയതായിട്ട് ഒരു പാട്ടൊക്കെ പാടുന്ന ആളാണ്. അപ്പൊ അന്ന് നല്ല ബുർദൊക്കെ പോകും, പൈസ കിട്ടുമല്ലോ. അത് പൈസ കിട്ടും ചെയ്യും. മാത്രല്ല പാട്ട് പാടുക ഭയങ്കര രസമാണ്. പിന്നെ അതൊക്കെ ഒരു ഹര ആണ്. അത് ഞാൻ കുട്ടികൾക്ക് ചിലപ്പോൾ അതൊരു മോട്ടിവേഷൻ അല്ലട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒരു നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനത്തെ പോയാൽ അതിൻ്റെ പിന്നെ ബാലൻസ് ചെയ്യാൻ കഴിയണം. നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു സ്വയം പര്യാപ്തത എന്നുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. അതെ. പിന്നെ അത് മാത്രമല്ല നമ്മൾ അന്ന് ഇതൊരു രസീകരം പഠിക്കണ കാലത്ത് ഈ പരിപാടികൾക്ക് പോവുക, പാട്ട് പാടുക, അത് രസമായിരിക്കും. ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് ഭയങ്കര ദോഷം ചെയ്യും. പൈസ കിട്ടിക്കണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികള് ഇനിയിപ്പോ പഠിക്കണ ഇത്ര ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല എന്നുള്ളത്, പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ആ സമയത്ത് നമുക്ക് ചെറിയ എമൗണ്ട് ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. 100-200 കിട്ടിയ കാരണം നമുക്ക് അധികം എക്സ്പെൻസ് ചെലവ് നടന്നു പോകാനുള്ള പൈസ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടാവും. നമ്മളെ
പഠനം ഫോക്കസ് ചെയ്യാതെ അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ ഭാവിയിൽ നമുക്കത് എന്തായാലും ഉണ്ട്. അത് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച പല കുട്ടികളും അത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെ കോളേജിലേക്ക് അയക്കണം. കുട്ടികൾ ബാക്കി ഞങ്ങൾ നാട്ടുകാരെന്നെ ഏകദേശം 8-10 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്താ വെച്ചാൽ വ്യത്യസ്തമായ തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്ന് ഏൺ ചെയ്യാൻ തുടങ്ങി. അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് അവരെ കാര്യത്തിൽ പ്രയാസം. കാരണം എന്ന് വെച്ചാൽ പാവങ്ങൾ ഇപ്പോഴും അധ്വാനിക്കണം. നമ്മൾ അധ്വാനിക്കാൻ നമ്മൾ ഇൻ്റലക്ച്വലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പിന്നെ ഓരോ വർക്കിന് ഇപ്പോൾ തേക്കാൻ പോയിരുന്നു, പ്ലാസ്റ്ററിങ്ങിന് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാവം തോന്നും അവരെ. അപ്പോൾ നമ്മളെ കൂടെ പഠിച്ച പല ആളുകളുണ്ടല്ലോ, പഠിക്കുന്ന കാലത്ത് ഭയങ്കര ടാലൻ്റ് ആയിക്കാരം. അതെ. പക്ഷേ ഇപ്പോഴും ചിലപ്പോൾ ഒരെവിടെ എത്തിയിട്ടുണ്ടാവില്ല. നമ്മളെ എൻ്റെ അനുഭവത്തിൽ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ പഠിച്ചിരുന്ന പല ആളുകളും. പിന്നെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളായി മാറ്റി എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ആവില്ലല്ലോ. അങ്ങനെ അപ്പോൾ ടോട്ടലി പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വളരെ ബെറ്റർ ആണെന്ന് അവസ്ഥ പറയുന്നു. അങ്ങനെ ഞാൻ പറയണില്ല, പക്ഷെ പഠിക്കണ കാലത്ത് നമ്മൾ പഠിക്കുന്ന വേണം, അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മളെ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഉസ്താദ്മാരെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു മദ്രസയിൽ നിന്ന് ഒരു ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പള്ളിക്കന്ന് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ ഒരു ഉസ്താദിന് ജീവിക്കാൻ കഴിയുമോ? എന്തായാലും തവക്കുലായി ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഇതൊക്കെ മതി, ഓരത് അങ്ങനെ കഴിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ ആ ഒരു കാലം കഴിഞ്ഞില്ല ശരിക്കും. അങ്ങനെ ഒരു തവക്കുല് ജീവിക്കാനുള്ളൊരു അല്ല, അതിന് കപ്പാസിറ്റി ഉള്ള ആളുകൾക്ക് അത് ഓക്കെയാണ്. പക്ഷെ അത് ഒക്കെ നല്ലതാണ്. അതെ. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു തലമുറ കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങനെ ഒരു തവക്കുല് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ പൈസക്ക് പൈസ തന്നെ വേണം. ആ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ, ഹലാലായ വഴികൾ നമ്മൾ കണ്ടെത്തൽ ഇഷ്ടം പോലെ. നമ്മൾക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മുന്നിലാണ് ഫുള്ള് സാധ്യത, ഓപ്പൺ ആണ്. അതെ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലുള്ള OP ഉസ്താദിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു വലിയൊരു പണ്ഡിതനാണ്, ഒരു ആലിമാണ്. പക്ഷെ ഒരു പള്ളിയുടെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഉസ്താദിനെ ഇപ്പം ഇന്ന് ലോകം മൊത്തം അവിടെയൊക്കെ മലയാളികൾ ഫുള്ള് അറിയും. അതേപോലെ നമ്മളെയൊക്കെ ഒരു സംഗതി, ഒരു സംരംഭത്തിനുള്ള ഐഡിയയും അതിനുള്ള പിന്നെ ചിന്തകൾ നമ്മളെയൊക്കെ ഉണ്ടെങ്കിൽ ടെക്നോളജി, സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് ലോകം മൊത്തം വ്യാപിപ്പിച്ച് എന്താണോ നമ്മളേക്കുള്ളത് അത് സെയിൽ ചെയ്യാം. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു യുഗത്തിലാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കണം, ബിസിനസ് ചെയ്യാനുള്ള സാധ്യതകൾ, വഴികൾ, അവസരങ്ങൾ, മേഖലകളൊക്കെ നമ്മളെ മുന്നിലുണ്ട്. നമ്മൾ ഒരു മേശയും കസേരയും കിട്ടിയാൽ മതി, ഒരു ഇന്റർനെറ്റും. നമ്മളൊക്കെ എന്താണുള്ളത് അത് വെച്ച് നമുക്ക് പറ്റും. നിങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിൽ ആണല്ലോ ഇപ്പോൾ. പിന്നെ നിങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഓൾറെഡി. ഉസ്താദ്, ഞാൻ കൂട്ടത്തിൽ ചോദിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഓൾറെഡി നിങ്ങൾ വിപ്ലവം സൃഷ്ടിക്കുകയാണ്, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ഫീൽഡിൽ സ്ത്രീ വിദ്യാഭ്യാസ പിന്നെ രംഗത്തൊക്കെ നിങ്ങൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സൊസൈറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മെല്ല് വിസിറ്റ് ചെയ്ത സമയത്ത് നിങ്ങളെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മെല്ല് മാഷാ അല്ലാ അടിപൊളിയാണ്. പിന്നെ ഞാൻ പൊതുവെ നമ്മൾ ഇസ്ലാമിക് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതൊക്കെ നമ്മൾ കേൾക്കും. ഇപ്പം ഇന്ന ഓൺലൈൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല സത്യത്തിൽ. പക്ഷെ ഇവിടെ വന്ന് നിങ്ങളുടെ ഓഫീസും നിങ്ങളുടെ ക്യാബിനും മെൻറ്റേഴ്സിൻ്റെ ആ ഒരു പിന്നെ മെൻറ്റർമാരിക്കണ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ശരിക്ക് ഞാൻ ഫസ്റ്റ് എക്സൈറ്റ് ആയി. കാരണം ഇത്രയും അടിപൊളിയായിട്ട്, അതായത് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കണ്ടിട്ടാണ് എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ ക്യാബിനൊക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമും കുറച്ച് ആളുകളും ഇതിനു വേണ്ടി മാത്രം ഉറക്കം വെച്ചിരുന്ന് ചെയ്യണ അങ്ങനെ ഉണ്ടല്ലോ. ഇതിൽ ഉസ്താദുമാരൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ 3ാം വർഷത്തിലേക്ക് കിടക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ടീം, ആ ഒരു ടീമിൻ്റെ ഒരു എഫേർട്ടാണിത്. ഇപ്പോൾ ഉസ്താദുമാർക്ക് ഇതല്ലാതെ വേറെ പണിയില്ല. അവർ ഈ കുട്ടികളെ പഠിപ്പിക്കുക, അവരെ മെൻറ്ററിങ് നടത്തുക, അവരെ ഡെയിലി റൂട്ടീൻസിൽ ഇടപെടുക. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ളത്. അതെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിന് കണക്ട് ചെയ്യാം നമുക്കിത്. ഇപ്പോൾ ആ ഉസ്താദുമാർക്ക് അത്രയും വിവരമുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ച് ഈ വിവരം നമ്മൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തുള്ള ആളുകളുണ്ടോ, 35ഓളം കൺട്രീസ്, 35 രാജ്യത്തുള്ള അവിടെയുള്ള കുട്ടികളൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ നമ്മൾ ടീം വേണം. എല്ലാവരും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
മെല്ലില് വേറെ ഉസ്താദ് ഈ സംഭവം പറഞ്ഞപ്പോഴേ നമ്മളൊരു അനുഭവം ഏകദേശം 2000-ൽ പരം പിന്നെ ഉസ്താദുമാർ നമ്മുടെ കേരളത്തിലുള്ള വ്യത്യസ്ത ക്യാമ്പസുകളിൽ പഠിച്ച, പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിച്ച ക്യാമ്പസുകളിൽ നിന്നുള്ള 2000-ൽ പരം ആളുകളെ നമ്മുടെ ടീം ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. എന്തിനൊരു 100ഓളം വരുന്ന ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാലയളവിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം, അത്രയും പൊട്ടൻഷ്യലുള്ള നല്ല ആളുകൾ നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അവർ കറക്റ്റ് ഒരു വിഷനും അവർക്ക് ഒരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ചെറിയ ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടാണ് 35ഓളം രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യങ്ങൾ കവർ ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോ ഈ ഒരു കേരളത്തിന്റെ ഒരു മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ 35 രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഇപ്പൊ മദ്രസ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ നമ്മളെ മദ്രസയെന്നും ദർസെന്നും ഒക്കെ പഠിച്ചിറങ്ങിയ ആളുകൾ തന്നെയാണല്ലോ ഇതിനും ഇതിലും തല വെക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു ആകത്തുക അത് തന്നെയാണ്. വിവരം അത്യാവശ്യം ഉണ്ടാക്കുക, അതോടുകൂടി നമ്മൾ ടെക്നോളജിയെ പറ്റിയിട്ടുള്ളത് മനസ്സിലാക്കുക. ടെക്നോളജി ഇപ്പോൾ ഇല്ല ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതിലൂടെ നമുക്ക് ബിസിനസ്സുകൾ പിന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളെ മനസ്സിലുള്ള ആശയം ഒരു ബിസിനസ്സാക്കി മാറ്റാം. ഇപ്പോൾ പണ്ടൊക്കെ ഓൺലൈൻ മദ്രസ എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. അതെ, നമ്മൾ തുടങ്ങിയ സമയത്ത് ഭയങ്കര പ്രയാസമായിരുന്നു ഉൾക്കൊള്ളാൻ. ഇത് എന്തെന്നെ പറഞ്ഞാലും ഇത് കേൾക്കണവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്ങനെ കുട്ടികൾ പഠിക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ വലിയൊരു ബുദ്ധിമുട്ട് എന്താ പറയുക, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ വ്ളോഗ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ആളുകൾ എത്തൂല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നാട്ടിലുള്ള മദ്രസ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ ടീമിനുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. നമ്മളെന്തൊക്കെ പറഞ്ഞാലും ഇത് വലിയൊരു നീയത്തിൻ്റെ പിറകിൽ നമ്മൾ ഇല്ല. നാട്ടിലെ കുട്ടികൾക്ക് ഇത് അഫോർഡബിൾ അല്ല. നമ്മൾ മദ്രസ പഠനം പിന്നെ ബുദ്ധിമുട്ടുന്ന ആളുകൾ പല കാരണങ്ങളെ കൊണ്ട്, ചിലപ്പോൾ പാരൻസ് വിദേശത്ത് ജോലി ആയിരിക്കും, ചിലപ്പോൾ സ്കൂളിങ് കൊണ്ട്. ഇപ്പം നിങ്ങളൊക്കെ സ്കൂൾ നടത്തുന്ന ഉസ്താദാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം CBSE സ്കൂളുകളൊക്കെ നടത്തുമ്പോൾ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് പോകും. അപ്പോൾ അവരെ മദ്രസയെ അത് ബാധിക്കുകയാണ്. അപ്പോൾ ഇത്തരം കുട്ടികളെയാണ് നമ്മൾ മദ്രസക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വെറുതെ അങ്ങോട്ട് പറയുന്നേ, ഇതിന് എന്താ പറയുക, ഇത് എന്താ എങ്ങനെയാണെന്നൊന്നുമില്ല, അതിനങ്ങോട്ട് അടിച്ചിടുന്ന രൂപത്തിൽ മദ്രസ കൊണ്ട് എത്ര കാലം ഉണ്ടാവും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് നമ്മളെ ഇതിലൊരു പിന്നെ നമ്മൾ ഇതിനും സപ്പോർട്ട് തരികയാണെന്നുണ്ടെങ്കിലല്ലോ, നമ്മളെ ആളുകളൊക്കെ വ്യത്യസ്ത കഴിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോൾ ഞാനൊക്കെ ഉസ്താദിനും ഉണ്ടാവും അനുഭവങ്ങൾ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ നമുക്ക് സൗകര്യം ഏർപ്പെടുത്തി തരുന്ന ആളുകളൊക്കെ ചിന്തിക്കുകയൊക്കെ ഉള്ളൂ. പിന്നെ അതിനുള്ളൊരു കപ്പാസിറ്റി ഒക്കെ ഉണ്ടാവുള്ളായിരിക്കും. കാരണം സാമ്പത്തികം ഇതിൽ വലിയൊരു ഘടകമാണ്. അപ്പോൾ നമ്മളെ ഇത്തരം സംവിധാനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ നല്ല ബിസിനസ് ചെയ്ത് പിന്നെ ക്യാഷ് ഉണ്ടാക്കിയിട്ട് നല്ല ഇൻഫ്രയിൽ നല്ല സൗകര്യത്തിൽ നല്ല ഭക്ഷണമോ നല്ല താമസ സൗകര്യമോ നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ട് ബിസിനസ് മൈൻഡ് നമുക്ക് എപ്പോഴും വേണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കാം. സുലൈമാൻ നബി അപ്പുറത്തേക്ക് പോവാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം വലിയ പൈസക്കാരനല്ലേ, ഭയങ്കര ബിസിനസ്സുകാരനല്ലേ. ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, നമ്മൾ ടെക്സ്റ്റൈൽസ് ഒക്കെ മൂപ്പര അവിടുന്ന് വന്നതാവാനാണ് സാധ്യത. ഇപ്പൊ ഒരു വസ്ത്ര കച്ചവടക്കാരനായിരുന്നു. അപ്പൊ വസ്ത്രം തുന്നിയിട്ടും ഭയങ്കര കോടീശ്വരനായിരുന്നു, പൈസ ഉണ്ടാക്കിയ ആളായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ബിസിനസ് എന്നാ വലിയ കവച്ച് വെക്കാൻ പറ്റാത്ത പണ്ഡിതന്മാരാണ്. അപ്പൊ അത്രയും ബിസിനസ്മാൻമാര് ബിസിനസ് മൈൻഡുള്ള ബിസിനസ് ചെയ്യണേ, അതോടുകൂടി ഒരു വലിയ ആലിമൊക്കെ ആണ്. അപ്പോൾ ബിസിനസ് കച്ചവടം ഇതിലൂടെയൊക്കെ പൈസ ഉണ്ടാക്കണതിന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. നമുക്ക് എങ്ങനെ ഹലാലാണോ, പിന്നെ ഇതൊരു വലിയൊരു ദഅവത്താണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. ഇതിലൂടെ നമുക്ക് നമ്മൾ സത്യസന്ധതയാണല്ലോ കാണിക്കണം. അതാണ് ഞാൻ നേരത്തെ ഒരു ഹദീസ് പറഞ്ഞില്ലേ, സത്യസന്ധതയോടുകൂടി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ശുഹദാക്കളെ കൂടെ സാധാ മരിച്ചു പോണ ആളുകളുടെ കൂടെ ശുഹദാക്കൾ എന്ന് പറഞ്ഞാല് പോലെ അത്രയും പൊസിഷനുള്ള ആൾക്കാരാണ്.
ഓലപ്പം എന്നാണല്ലോ പറയണത്. അപ്പോൾ സത്യസന്ധത നമുക്ക് അത്രയും കച്ചവടത്തിൽ നമുക്ക് എങ്ങനെയും പൂഴ്ത്തിവെപ്പ് നടത്താം. ഉദാഹരണത്തിനൊരു നാട്ടിൽ കച്ചവടം വില നമുക്ക് വില കൂട്ടി വെക്കാം. നമുക്കൊരു സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് പിന്നെ അതിന് വില കൂടുമ്പോൾ അത് കുറച്ച് അങ്ങനെ പല തട്ടിപ്പ് നടത്താൻ പറ്റിയൊരു മേഖലയാണ്. അറിയാതെ ആളുകൾ അറിയാതെ അവിടെ നമ്മൾ സത്യസന്ധത കാണിക്കുന്നത് ഒരു ഭയങ്കര ഒരു ടാസ്ക്കാണ്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത്രയും പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ കച്ചവടം നല്ലപോലെ ചെയ്യുകയാണെങ്കിൽ അതിനത്രയും ഒരു പ്രതിഫലം ഉണ്ട് എന്നാണല്ലോ ഇപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം. ബിസിനസ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. നമ്മൾ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വളരെ അത്യാവശ്യമാണ്. പൈസക്കാണ് ആൾക്കാർ നെട്ടോട്ട് ഇടുന്നത്. ഇപ്പോൾ ഒരാൾ ഓൻ കുറേ പഠിക്കാറ്, ഓൻ എപ്പോഴും ജോലിക്കൊന്നും കയറില്ല, ഓൻ കുറേ പഠിക്കുക. എന്തിനാ പഠിക്കണേ? അൾട്ടിമേറ്റ്ലി അവര് ജീവിക്കാനുള്ള ഒരു ഇപ്പോൾ കുറേ പഠിച്ചാൽ ആ പഠിപ്പിനനുസരിച്ചുള്ള ജോലി കിട്ടും, അതിനനുസരിച്ച് പൈസ കൂടും. അപ്പോൾ ചിലരെ പറ്റി പറയലുണ്ടല്ലോ, ഓൻ എപ്പോഴും പഠിക്കണത്. പഠിക്കുക ഒരു നല്ല കാര്യമാണ്. പക്ഷെ ആ പഠിക്കണതിൻ്റെ ഒരു നിങ്ങൾ പറഞ്ഞ അൾട്ടിമേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഇപ്പോൾ ഒരു ഇത്ര ബിരുദം കൂടണം, അതിനനുസരിച്ച് ജോലി പൊസിഷൻ മാറും, ഇൻകം സോഴ്സ് ഇൻകം വർദ്ധിക്കും. ചിലവര് നേരെ ബിസിനസ് കറങ്ങും. എല്ലാരും പോണത് എടുക്കാണ് പൈസ ഉണ്ടാക്കാൻ. അപ്പോൾ പൈസ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമ്മൾ പൈസന്റെ പിന്നാലെ എങ്ങനെ പോകണം, ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാം. ഈ കിട്ടുന്ന പൈസ എന്നിപ്പോൾ നമുക്ക് കിട്ടുന്നതിന്റെ തോതനുസരിച്ച് നമ്മൾ പലരെയും സഹായിക്കുമല്ലോ. നമ്മളെ ഇന്നത്തെ കാലത്ത് സഹായിക്കാനും എളുപ്പമാണ്. സോഷ്യൽ മീഡിയ വഴി എത്രയോ നമുക്ക് കിട്ടുന്ന ആളുകളെ അറിയാതെ സഹായിക്കാം, അറിഞ്ഞ് സഹായിക്കാം, എങ്ങനെ സഹായിക്കാം. ഉള്ളതിനനുസരിച്ച് ഉണ്ടാക്കും വേണം, അതിനനുസരിച്ച് കൊടുക്കും വേണം. അതുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് കൊടുക്കും. ഒരു മുസ്ലിമായ ഒരാൾ അങ്ങനെയുള്ള നമുക്കത് കഴിയില്ലല്ലോ. പിന്നെ നിങ്ങൾ ചെറുപ്പത്തില് ദർസിലെ കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ ചെറിയ ചെറിയ ഏർണിങ്സിനൊക്കെ വേണ്ടിയിട്ട് ബുറുദ പാടാനൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കും വേണ്ടിയിട്ട് കുറച്ച് ബുറുദ വരികൾ പാടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വരികൾ ഓർക്കുന്നുണ്ടോ? പുതിയ വല്ല പ്ലാനും ഉണ്ടോ പാട്ടുകൾ കൊണ്ടുവരാനോ, അല്ലെങ്കിൽ പാട്ട് റിലീസിങ് ഉണ്ടോ? പാട്ട് ഇറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ പാട്ട് കുറേ പാട്ട് എഴുതിയിട്ടുണ്ട്. സ്വന്തം ഉസ്താദിനെ എഴുതിയിട്ട് ഞാൻ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ജനറേഷന് ഒരു പക്ഷെ അറിയാൻ സാധ്യത കുറവാണ്. മാത്രമല്ല ഇപ്പം ഞങ്ങളെ SSF സാഹിത്യോത്സവം നടക്കാറുണ്ട്. 2015 ഏകദേശം 10-11 കൊല്ലമായില്ല. അതിൻ്റെ സ്റ്റേറ്റ് മത്സരത്തിൽ ഈ പാട്ട് മധുഗാന രചന അതിൽ സ്റ്റേറ്റിൽ സെക്കൻഡൊക്കെ കിട്ടി. നല്ല പാട്ട് എഴുതിയിരുന്നു. പാട്ട് എഴുതും ചെയ്യും, പാടും ചെയ്യും. പാടുന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ ഗായകത്തില് ലെവലിലേക്ക് പോണില്ല. പക്ഷെ എനിക്ക് പാടാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടാൻ. നമുക്ക് പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു പാടി കൊടുക്കും. 2 വരിയല്ല, ഉഷാറായിട്ട് കുറച്ച് വരികൾ പാടും. ഇപ്പൊ ഞാൻ എഴുതിയ പാട്ടല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ ഒരു 4-5 വരി ഞാൻ പാടാം. പ്രപഞ്ച ചക്രവർത്തി ചക്രവാളമിൽ തെളിഞ്ഞ കീർത്തി ചെയ്തികൾ നിരത്തി നോക്കിയാൽ സ്നേഹമൂർത്തി ആലമിൽ മുനീറമ്പിയാക്കളിൽ അമീൻ, ആലമിൽ മുനീറമ്പിയാക്കളിൽ അമീൻ, ആറ്റൽ മദ്ഹ് പാടി ഞാനോ ഫഖീർ. ദനി തഖദ്ദമോദി സൽക്കരിച്ചു നാദന്, മൂസാ നബിക്കു പരിധികൾ വരച്ച രാജന്. ദനി തഖദ്ദമോദി സൽക്കരിച്ചു നാദന്, മൂസാ നബിക്കു പരിധികൾ വരച്ച രാജന്. വസന്തമേറും മേനിയിൽ സുഗന്ധ ചർമ്മമേ, വസന്തമേറും മേനിയിൽ സുഗന്ധ ചർമ്മമേ, വരവിൽ വരദാനങ്ങളായി തന്നു കർമ്മമേ, തന്നു കർമ്മമേ. ഒരു പാട്ട് ഇങ്ങനെ, അതായത് സമയത്തിന്റെ പരിമിതികളാണ്. നമ്മൾ ഓരോ നിങ്ങളൊരു തിരക്ക് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നിങ്ങള് ടൈം ഷെഡ്യൂൾ ചെയ്യൽ എങ്ങനെയാണ് സാധാരണ? ഈ ബ്ലോഗ്, പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് സ്കൂള്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ യാത്രകള്, ഇതെങ്ങനെ മാനേജ് ചെയ്യല്? അതൊക്കെ പറഞ്ഞാല് ഒരു കുതിരത്തുമ്പോ ഇങ്ങനെ പോവാന്ന് പറയുവാണെങ്കിൽ സ്കൂളിന്റെ കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തും. അപ്പോഴേക്ക് യാത്ര ഷെഡ്യൂൾ ഇവിടുന്ന് ഇങ്ങനെ പോകണം. അപ്പൊ ഇത് പാഷനേറ്റ് ആയി ചെയ്യുമ്പോ വലിയ ക്ഷീണോ നമുക്കൊരു ബുദ്ധിമുട്ട്, ഇതൊരു ഭാരാവില്ലല്ലോ. നമ്മളെ ഹോബി ആയിരുന്നു ഇതൊക്കെ. ഹോബി ഒരു ജോബായിട്ട് എടുക്കുമ്പോ അതിന് രസം ഉണ്ടാവും. അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ഹോബി ജോബായിട്ട് വരണം. അല്ലെങ്കിലാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതേ
ശരിക്കും ആ ഒരു ജോബിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രൂപത്തിലാകും. നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബി ആയിരിക്കണം നമ്മുടെ ജോബായിട്ട്. അത് വലിയൊരു ഭാഗ്യമാണ് എല്ലാവർക്കും അങ്ങനെ അതാണ് കിട്ടുമ്പോൾ. ചെയ്ത് തീർക്കുക എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഈ തെങ്ങ് തുറക്കാനൊക്കെ വരില്ലേ, മീൻസ് ഓൽക്കത് താല്പര്യം ഉണ്ടായിട്ട് വരില്ല, സാഹചര്യം കൊണ്ട് അങ്ങനെ സാഹചര്യം വരികയാണ്, ഓൽക്കത് ചെയ്തെങ്കിലേ. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമാണ്. നമുക്ക് നമ്മളിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ തന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റി നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. ഉസ്താദ് ഈ ഭാഗ്യാണ് പറയുന്നുണ്ടല്ലോ, ഈ ഭാഗ്യം ഓക്കെ, പക്ഷെ അതിന്റെ അപ്പുറത്തെ ഇപ്പൊ ഉസ്താദ് ഈ ഒരു ഫീൽഡിലെത്തി, ഇതൊരു ഭാഗ്യാണെന്ന് പറയാൻ പറ്റൂല. കാരണം ഉസ്താദ് എവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടി? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു പാഷനായിട്ട് ആഗ്രഹിച്ച് എഫേർട്ട് ഇട്ട് കൊണ്ടുവന്നൊരു സംഭവമാണ്. ശരിക്കും ഈ ഓന് ഭാഗ്യം കൊണ്ട് കഴിച്ചില്ല, എങ്ങനെ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ല അവരുണ്ടോ സത്യത്തിൽ? അതുകൊണ്ട് എന്ന് പറയാ നമ്മളത് പറഞ്ഞു പോവാണ്. ശരിക്കും നമ്മള് ഇട്ട എഫേർട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വേറെ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് പണി ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല, അന്ന് നമ്മൾ ഈ സ്വപ്നത്തിന്റെ പിന്നാലെ കാരണം പുറത്തുനിന്ന് കാണുമ്പോ ഓൻ ലാസ്റ്റ് ഓന്റെ ഭാഗ്യം കൊണ്ട് ഓൻ അങ്ങനെയാണ് ആയി, അല്ലെങ്കിൽ രക്ഷപ്പെട്ട്. എത്ര നിങ്ങൾ പറഞ്ഞ പോലെ ഭാഗ്യം എന്ന് പറയാൻ ശരിക്കും അതിനൊരു അടിസ്ഥാന കാരണം ഉണ്ടാവില്ല. അത്രയും എഫേർട്ട് അതിന്റെ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എത്തുന്നത്. അപ്പൊ ഭാഗ്യം കൊണ്ട് ആരും കഴിച്ചിലാവൂല എന്ന് പറയാൻ കഴിച്ചിലാവൂല എന്നുള്ളത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വെക്കണ്ട. ആരെങ്കിലും എങ്ങനെയും കഴിച്ചിലായാലും നമ്മള് ചക്കട്ടാ മുയലിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു കുതിരത്തില് രക്ഷപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഇപ്പോൾ ഭാഗ്യം വരുമല്ലോ. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ദുബായ് ടിക്കറ്റ് കിട്ടിയ ഒരാളെ കണ്ടിരുന്നു. ഗോൾഡൻ വിസ അല്ല, ദുബായ് ടിക്കറ്റ് ഉണ്ട്, ബിഗ് ടിക്കറ്റ് ഉണ്ടല്ലോ. അത് അങ്ങനെയൊക്കെ ഒരു ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടും. അതൊരു 50 കോടിയോ 5 കോടിയോ അങ്ങനെ ആയില്ല അതിന്റെ കമന്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഭാഗ്യമാണെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മള് കുറെ എഫേർട്ട് എടുത്തിട്ട് വേണ്ടിയിട്ട് പിന്നാലെ നടന്ന് അങ്ങനെ ഉള്ളൊരു സാധ്യതകളിലൂടെ തന്നെ എത്തിയതായിരിക്കും. ഏതായാലും നമ്മളെ സമയം കുറെ. അതെ അഷ്റഫ് വാഫി ഉസ്താദിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഈ കണ്ട കാഴ്ചയിൽ തന്നെ എങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ എത്ര മണിക്കൂറുകളായി ഇവിടെ സംസാരിക്കണം. ഇനി ഇരുന്നാല് ഇനിയും കുറെ സംസാരിച്ച് പോകും. ഇവർക്ക് മുപ്പരതായ തിരക്കുകളുണ്ട്, എനിക്ക് എന്റേതായ വഴിയിലൂടെ ഇങ്ങോട്ടും പോകാനുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ എനിക്കിങ്ങനെ ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ വയലിന് പോകുമായിരുന്നു. ഇപ്പോൾ വയലിന് അതിൻ്റേതായിട്ടുള്ള പിന്നെ ഇമ്പാക്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് അതിലേറെ ഇമ്പാക്റ്റ് ഇപ്പോൾ, കാരണം നിങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1 മില്യൺ അടിക്കുന്ന 10 ലക്ഷം ആളുകളാണ് നിങ്ങളുടെ ഒരു അതൊരു ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത്തരം ആളുകളിൽ നിന്ന് വളർന്നു വരുന്ന പ്രത്യേകിച്ച് നമ്മളെ കോളേജുകളിലൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ ടൈമും കാര്യങ്ങളും ഓൾറെഡി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമും കാര്യങ്ങളും ഒന്നും കൂടി ഒരു വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അതിൻ്റെതായ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു മോട്ടീവ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉസ്താദിനെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണം. അത് ഉപകാരപ്പെടുന്ന ആളുകൾ ചിലപ്പോൾ ചില ആളുകളെ നമ്മളെ സംസാരം ഇൻസ്പയർ ആയി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ പറയണ നമ്മളെ ജീവിത എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പാർക്ക് എന്തെങ്കിലും ഇത് കിട്ടുക. നമ്മൾ ഫുള്ള് പറഞ്ഞ് മോട്ടീവ് ആവണമെന്നില്ല. അപ്പൊ നമ്മളെ ഒരു ലെവലിൽ ചിന്തിക്കണ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സംഗതി കിട്ടിയാലും ഒരു ഉപകാരമാണല്ലോ. നമ്മളെ വീഡിയോയിലും അതിനെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കാണൽക്കൊക്കെ ഇത് ഉപകാരപ്പെട്ടോളൂ. എന്തെങ്കിലും സംഗതി കിട്ടിയാൽ ഒരു ഗുണം ഏതായാലും കിട്ടട്ടെ, പ്രേക്ഷകർക്ക് എല്ലാവരും കിട്ടട്ടെ, ആയിക്കോട്ടെ, നാഫിയാവട്ടെ. ഇൽമു നാഫിയാവുക എന്ന് പറഞ്ഞാല് ഇരുത്തം പഠിച്ചാൻ ഇഷ്ടപ്പെട്ട ഏതായാലും ഇനി നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് കുറെ സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്.